ഹലോ, നമ്മളിന്ന് അക്കൗണ്ടിംഗ് ഫോർ ടാക്സേഷൻ്റെ അടുത്ത സെഷനിലേക്കുമാണ്. ലാസ്റ്റ് സെഷൻ, ഫൈനൽ സെഷനാണെന്ന്. ഇന്നത്തോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ തിയറി പോർഷൻസ് രണ്ട് പ്രോബ്ലം ചെയ്തു. ഈ പ്രോബ്ലത്തിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് എന്താണെന്ന് നോക്കി, അഡ്വാൻസ്ഡ് ഇൻകം ടാക്സ് അക്കൗണ്ട് എന്താണെന്ന് നോക്കി, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടാക്സ് അക്കൗണ്ട് എന്താണെന്ന് നോക്കി. പിന്നെ കുറേ തിയറി പോർഷൻസ് പറഞ്ഞു. ഡെഫേർഡ് ടാക്സ് എന്താണെന്ന് പറഞ്ഞു, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, ഡെഫേർഡ് ടാക്സ് അസറ്റ്, ടാക്സ് എക്സ്പെൻസ്, കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, ടാക്സബിൾ ഡിഫറൻസസ്, ഡിഡക്റ്റബിൾ ഡിഫറൻസസ് ഒക്കെ. ഇന്ന് നമ്മൾ അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ഇല്ലസ്ട്രേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലസ്ട്രേഷൻ നമ്പർ 3. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ എ കമ്പനി ഫോർ ദ ഇയർ 2018-19, അതായത് കമ്പനിയുടെ 2018-19 ഫിനാൻഷ്യൽ ഇയറിലെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് കാൽക്കുലേറ്റ് ദ ടാക്സ് എക്സ്പെൻസ് ഓഫ് ദ കമ്പനി ഫോർ ദ ഇയർ 2018-19 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഷുഡ് ബി ആസ് പെർ ഇൻഡേഴ്സ് 12 അല്ലേ. ഇനി ഫർദർ ആയിട്ട് കുറേ ഇൻഫർമേഷൻ നമ്മൾക്ക് തന്നിട്ടുണ്ട്. കറണ്ട് ടാക്സ് പ്രൊവിഷൻ തന്നിട്ടുണ്ട്, എത്രയാണ്, 15,26,000. പിന്നെ അഡീഷണൽ ഡിമാൻഡ് ഫോർ ടാക്സ് തന്നിട്ടുണ്ട് 2,74,000. അതായത് പ്രൊവിഷൻ കഴിഞ്ഞ് വീണ്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എത്ര ഡിമാൻഡ് ചെയ്തേക്കുന്നത്, നോട്ടീസ് അനുസരിച്ച് 2,74,000 ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി തന്നിട്ടുണ്ട്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓപ്പണിംഗും തന്നിട്ടുണ്ട്, ക്ലോസിംഗും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ 31/3/2018 എത്രയാണ് തന്നിരിക്കുന്നത്, 5,50,000. ക്ലോസിംഗും തന്നിട്ടുണ്ട് 31/3/2019 എത്രയാണ്, 5 lakh എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾക്കിനി എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. നമ്മളടുത്ത് ടാക്സ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്താണെന്നാണ് പറഞ്ഞത്, ഇന്നലെ നമ്മൾ കീ ടേംസ് ഒന്നും കൂടി റീക്യാപ്പ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ടാക്സ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു കറണ്ട് ടാക്സ് പ്ലസ് ഡെഫേർഡ് ടാക്സ് അല്ലേ. കറണ്ട് ടാക്സ് ഒരു പെർട്ടിക്കുലർ ഇയറിലെ കറണ്ട് ടാക്സും ആ പെർട്ടിക്കുലർ ഇയറിലെ ഡെഫേർഡ് ടാക്സും, അതിൻ്റെ സം ടോട്ടലാണ് എന്ത്, ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രോബ്ലത്തിൽ നമ്മൾക്ക് കറണ്ട് ടാക്സ് പ്രൊവിഷൻ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്, 15,26,000. അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് 15,20,000. പക്ഷേ അസസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അതിലും കുറച്ചും കൂടി കൂടുതലാണ് അടയ്ക്കാനുള്ളത് അല്ലേ. അതാണ് അഡീഷണൽ ടാക്സ് ഡിമാൻഡ് ചെയ്തേക്കുന്നതായിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അതായത് പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്ത് കൂടാതെ ഒരു അഡീഷണൽ എമൗണ്ടും കൂടി കൊടുക്കണം. അത് എത്രയാണ് പറഞ്ഞേക്കുന്നത്, 2,74,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമ്മൾക്ക് കറണ്ട് ടാക്സ് കിട്ടും. ഇനി കറണ്ട് ടാക്സ് കിട്ടിയാൽ മാത്രം മതിയോ ടാക്സ് എക്സ്പെൻസ് ആവാൻ? ഇല്ല. ടാക്സ് എക്സ്പെൻസ് ആണെങ്കിൽ ഡെഫേർഡ് ടാക്സും കൂടി അറിയണം അല്ലേ. ഡെഫേർഡ് ടാക്സ് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ, ഇവിടെ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ് തന്നേക്കുന്നത്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓപ്പണിംഗ് 5,50,000 ഉണ്ട്, ക്ലോസിംഗ് 5 lakh ഉണ്ട് അല്ലേ. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യത്തെ വർഷത്തിൽ ഇൻകം ടാക്സ് പ്രോഫിറ്റ് അനുസരിച്ച് നില്ലായിരിക്കും, അത് നമ്മൾ ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾ പേ ചെയ്യണം അല്ലേ. ആദ്യത്തെ വർഷം ഒന്നില്ലെങ്കിൽ നില്ലായിരിക്കും, അല്ലെങ്കിൽ ലോവർ എമൗണ്ട് ആയിരിക്കും. അത് ഫ്യൂച്ചർ പീരീഡിലേക്ക് നമ്മൾ ഡെഫർ ചെയ്യണം, പോസ്റ്റ്പോൺ ചെയ്യണം നമ്മുടെ ലയബിലിറ്റി. അതിനാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുക. ഇവിടെ ഓപ്പണിംഗ് 5,50,000 ഉണ്ട്, അത് വർഷാവസാനമായപ്പോൾ കുറഞ്ഞ് 5 lakh ആയി. അതായത് എന്താ മീൻ ചെയ്യുന്നത്, അതായത് നമ്മളുടെ ഡെഫേർഡ് ടാക്സ് മുൻകാലങ്ങളിൽ ഈ വർഷം പേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഞാൻ സ്ഥിരം പറയുന്ന ഇല്ലസ്ട്രേഷനാണ്. 4 ഫിനാൻഷ്യൽ ഇയറിൻ്റെ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തു അല്ലേ, 4 ഇയറിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ ആദ്യത്തെ വർഷം 22,500 ആയിരുന്നു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത്. പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ 7,500 വെച്ച് എക്സ്ട്രാ പേ ചെയ്തു. അതായത് ഡെഫേർഡ് ടാക്സിൽ നിന്ന് 7,500 വെച്ച് പോയി. അവസാനം ഇൻകം ടാക്സും ഇൻകം ടാക്സ് പ്രോഫിറ്റും അക്കൗണ്ടിങ് പ്രോഫിറ്റും തമ്മിൽ മാച്ച് ആയി. അതുപോലെ തന്നെ ഇവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് 5,50,000 ആണ്. അത് 5 lakh ആവണമെങ്കിൽ അത് കുറച്ചിട്ടുണ്ടാവണം. അതായത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്തായിട്ടുണ്ട്, കുറഞ്ഞേക്കാണ്. 5,50,000 5 lakh ആയി. അതായത് ഒരു 50,000 എന്തായിരിക്കും നമ്മൾ ഈ വർഷം പേ ചെയ്തേക്കുന്നതായിരിക്കും. അതായത് ഡെഫേർഡ് ടാക്സ് ഈ വർഷം പേ ചെയ്തേക്കുന്നതായിരിക്കും. ആ 50,000 എന്താണ്, ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ടാക്സ് പ്രൊവിഷൻ പ്ലസ് അഡീഷണൽ ടാക്സ് ഡിമാൻഡ്, അതായത് കറണ്ട് ടാക്സ് എക്സ്പെൻസ് പ്ലസ് ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് എത്രയാണ്, 50,000. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടലാണ് ടാക്സ് എക്സ്പെൻസ് ഫോർ ദ ഇയർ 2018-19. അതായത് 15,26,000 പ്ലസ് 2,74,000 പ്ലസ് 50,000. ഇതാണ് നമ്മളുടെ ടാക്സ് എക്സ്പെൻസ് ഫോർ ദ ഇയർ 18-19. ഇതാണ് നമ്മളുടെ ഇല്ലസ്ട്രേഷൻ നമ്പർ 3. ഇനി ഇല്ലസ്ട്രേഷൻ നമ്പർ 4ലേക്ക് എടുക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 4 സെയിം തന്നെ, ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, ഏകദേശം സെയിം ആണ്, ചെറിയ വ്യത്യാസമുള്ള. എന്താണെന്ന് നമുക്ക് നോക്കാം.
ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കുറേ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് പെർട്ടൈനിങ് ടു ഇയർ 2018-19. അതിൽ പറഞ്ഞേക്കുന്ന ടാക്സ് പ്രൊവിഷൻ ഫോർ ദ ഇയർ 2018-19 ഈസ് 25,40,000. പിന്നെ അഡീഷണൽ ഡിമാൻഡ് ചെയ്തേക്കുന്ന എത്രയാണ് 60,000 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇവിടെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് എത്രയായിരുന്നു 3,40,000, ക്ലോസിംഗ് ആണെങ്കിൽ ഇവിടെ 3,60,000. അതായത് മുന്നത്തേതിലെ പോലെയല്ല, ഇവിടെ ഓപ്പണിംഗ് കുറവും ക്ലോസിംഗ് കൂടുതലാണ്. മുന്നേ എങ്ങനെയായിരുന്നു ഓപ്പണിംഗ് കൂടുതലും ക്ലോസിംഗ് കുറവായിരുന്നു മുന്നത്തേതിൽ അല്ലേ. ഇവിടെ നേരെ തിരിച്ചാണ്, ഇവിടെ ക്ലോസിംഗ് ആണ് കൂടുതൽ. നമുക്ക് ടാക്സ് പ്രൊവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം, ടാക്സ് എക്സ്പെൻസ് എങ്ങനെയാണെന്ന് നോക്കാം. കറണ്ട് ടാക്സ് പ്രൊവിഷൻ എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 25,40,000. ഇനി അഡീഷണൽ ഡിമാൻഡ് ചെയ്തേക്കുന്നത് 60,000 ആണ്. അതായത് 25,40,000 പ്ലസ് 60,000, അതായത് 26 lakh എന്താണ് കറണ്ട് ടാക്സ് എക്സ്പെൻസ് അല്ലേ. ഇനി ഡെഫേർഡ് ടാക്സിൻ്റെ കാര്യം നോക്കാം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇവിടെ 3,60,000 ക്ലോസിംഗ് ആണ്, 3,40,000 ഓപ്പണിംഗ് ആണ്. അതായത് ഒരു 20,000 എന്താണ് ഡെഫേർഡ് ടാക്സ് ഈ വർഷം ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഈ വർഷം ക്രിയേറ്റ് ചെയ്താൽ അത് ഈ വർഷം പേ ചെയ്യുന്നില്ല, അത് അടുത്ത വർഷങ്ങളിലായിട്ടാണ് നമ്മൾ പേ ചെയ്യുള്ളൂ അല്ലേ. നമ്മൾ ആദ്യത്തെ ഇല്ലസ്ട്രേഷനിൽ തന്നെ പോവുകയാണെങ്കിൽ 22,500 നമ്മൾ ആദ്യത്തെ വർഷം ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു, പക്ഷേ അത് ആ വർഷം പേ ചെയ്യുന്നില്ല. പിന്നീടുള്ള വർഷങ്ങളിൽ പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നത്. അതുപോലെ ഈ 20,000 ഈ വർഷം ക്രിയേറ്റ് ചെയ്തു, അതായത് 3,40,000 ഉണ്ടായിരുന്നു, 3,60,000 അതൊരു എക്സ്ട്രാ 20,000 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു, പക്ഷെ നമ്മൾ ഈ വർഷം പേ ചെയ്യില്ല. അപ്പോൾ അത് കറണ്ട് ടാക്സിന് എന്ത് ചെയ്ത് കാണിക്കണം, നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ കറണ്ട് ടാക്സ് നമ്മൾക്ക് 25,40,000 പ്ലസ് 60,000 26 lakh കിട്ടി. അതിൽ നിന്ന് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഈ വർഷം ക്രിയേറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യണം. ഡെഫേർഡ് ടാക്സ് റിവേഴ്സൽ 20,000, അതായത് 3,60,000 ക്ലോസിംഗ് മൈനസ് 3,40,000 ഓപ്പണിംഗ്. അപ്പോൾ ടോട്ടൽ ടാക്സ് എക്സ്പെൻസ് എത്ര കിട്ടി 25,80,000. ഇതാണ് ഇല്ലസ്ട്രേഷൻ നമ്പർ 4. ഇനി ഇല്ലസ്ട്രേഷൻ നമ്പർ 5 ചെയ്യുന്നതിന് മുന്നേ ഒരു കീ ടേമും കൂടി നമ്മൾക്ക് പരിചയപ്പെടാനുണ്ട്. എന്താണ് കീ ടേം എന്ന് പറയുന്നത്? ടാക്സ് ബേസ്. നിങ്ങൾക്കിത് ഞാൻ ആദ്യത്തെ സെഷനിൽ കഴിഞ്ഞു പോയ സെഷനിലൊന്നും പറയാമെന്ന് വെച്ചാൽ ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആണ്. കൺഫ്യൂസിങ് ആണെന്ന് പറഞ്ഞാൽ പാടാണെന്നല്ല ഞാൻ പറയുന്നത്, കൺഫ്യൂസിങ് ആണെന്നേ ഉള്ളൂ, എളുപ്പം തന്നെയാണ് സംഭവം. ജസ്റ്റ് തിയറി മാത്രം പറഞ്ഞാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനാണ് ഞാനിപ്പോൾ പ്രോബ്ലത്തിൻ്റെ ഒപ്പം ചെയ്യുന്നത്. ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് ബേസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ടാക്സ് ബേസ് ഓൺ അസെറ്റ് ഓഫ് ആൻ അസെറ്റ്, അല്ലെങ്കിൽ ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റി. രണ്ട് വിധം, ടാക്സ് ബേസ് ഓഫ് ആൻ അസെറ്റ് അല്ലെങ്കിൽ ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റി. ടാക്സ് ബേസ് ഓഫ് അസെറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ എമൗണ്ട് ആട്രിബ്യൂട്ടഡ് ടു ദാറ്റ് അസെറ്റ് ഓർ ലയബിലിറ്റി ഫോർ ടാക്സ് പർപ്പസ്. ഒരു അസറ്റിനോ ലയബിലിറ്റിക്കോ സംബന്ധിച്ച് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട്, എന്തിന് ടാക്സ് പർപ്പസിന് വേണ്ടി റിലേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടിനാണ് എന്താ പറയുക ടാക്സ് ബേസ്. അതെന്താണ്? നമ്മൾക്ക് ഇൻഡേസിൽ തന്നെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. എന്താണ് ടാക്സ് ബേസ് അല്ലെങ്കിൽ ടാക്സ് ബേസ് ഓഫ് ആൻ അസെറ്റ് എന്താണ്, ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റി എന്താണ്, ഇൻഡേസ് 12 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ 3 ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ അതൊറ്റ എക്സ്പ്ലനേഷൻ ആണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 3 ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ടാക്സ് ബേസ് ഓഫ് ആൻ അസെറ്റ് ആണ്. എന്താണ് അസറ്റിൻ്റെ ടാക്സ് ബേസ്? അസറ്റിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എമൗണ്ട് ദാറ്റ് വിൽ ബി ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസസ്. അതായത് ടാക്സ് പർപ്പസിന് വേണ്ടി ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. അസറ്റിനെ ബേസ് ചെയ്തുള്ള ഒരു എമൗണ്ടിനെയാണ് എന്ത് പറയുക ടാക്സ് ബേസ് ഓഫ് ആൻ അസെറ്റ്. അതെങ്ങനെയായിരിക്കും? എഗൻസ്റ്റ് എനി ടാക്സബിൾ എക്കണോമിക് ബെനിഫിറ്റ്സ് ദാറ്റ് വിൽ ഫ്ലോ ടു ആൻ എൻറ്റിറ്റി വെൻ ഇറ്റ് റിക്കവേഴ്സ് ദ ക്യാരിങ് എമൗണ്ട് ഓഫ് ആൻ അസെറ്റ്. അതായത് ടാക്സ് പർപ്പസിന് വേണ്ടി അസറ്റിനെ അഗൻസ്റ്റ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ്. അത് എന്തിനെ അഗൻസ്റ്റ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നത്? ടാക്സബിൾ എക്കണോമിക് ബെനിഫിറ്റ് ദാറ്റ് വിൽ ഫ്ലോ ടു ദ എൻറ്റിറ്റി. അതായത് എക്കണോമിക് ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അഗൻസ്റ്റ് ആയിട്ട് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്, എന്തിന്? അസറ്റിനെ റിലേറ്റ് ചെയ്തിട്ട്. ആ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കാ കിട്ടുക? എൻറ്റിറ്റിക്ക്. ഇതിനാണ് ടാക്സ് ബേസ് ഓഫ് ആൻ അസെറ്റ് എന്ന് പറയുന്നത്. ഇത്തിരി എളുപ്പത്തിൽ ഒരു ഇല്ലസ്ട്രേഷൻ കൂടി പറഞ്ഞുതരാം. സപ്പോസ് ഒരു മെഷീനറി ഉണ്ട്, 100 രൂപയുടെ ഒരു മെഷീനറി. അതായത് ഒരു കമ്പനി ഉണ്ട്, കമ്പനിക്ക് 100 രൂപയുടെ ഒരു മെഷീനറി ഉണ്ട്. കമ്പനി മെഷീനറിക്ക് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് 30 ആണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ₹30. അതായത് 100 രൂപയുടെ മെഷീൻ, ഡിപ്രിസിയേഷൻ 30 റുപ്പീസ്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലെ ക്യാരിങ് വാല്യൂ എത്രയായിരിക്കും, അല്ലെങ്കിൽ ക്യാരിങ് എമൗണ്ട് എത്രയായിരിക്കും? കോസ്റ്റ് 100 മൈനസ് ഡിപ്രിസിയേഷൻ 30, അതായത് 70 ആയിരിക്കും അല്ലേ. ഈ 70യുടെ പ്രത്യേകത എന്താ? നമ്മൾ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഡക്റ്റ് ചെയ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. അത് ഡിഡക്റ്റബിൾ എമൗണ്ട് ആണ് അല്ലേ.
അപ്പോൾ ആ മെഷീനറീനെ സംബന്ധിച്ച് ടാക്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹70 ആണ്. അതായത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കറണ്ട് പീരീഡിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അല്ലേ. ആ എമൗണ്ടിൻ്റെ പ്രത്യേകത എന്താ? എക്കണോമിക് ബെനിഫിറ്റ്. അതായത് ഒരു കമ്പനീനെ സംബന്ധിച്ച് എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷീനറി നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷീനറി റോ മെറ്റീരിയൽ ഫിനിഷ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ആ ഫിനിഷ് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ റവന്യൂ കിട്ടും. ഒരു കമ്പനിയുടെ മെയിൻ റവന്യൂ എന്ന് പറഞ്ഞാൽ സെയിലാണ് അല്ലേ. ആ സെയിൽ എന്ന് പറഞ്ഞാൽ ടാക്സബിളാണ്. ആ സെയിലാണ് എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആ സെയിൽ ടാക്സബിൾ ആണ്. ആ ടാക്സബിൾ എമൗണ്ട് അല്ലെങ്കിൽ ആ ടാക്സബിൾ എക്കണോമിക് ബെനിഫിറ്റിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആ ഡിഡക്റ്റബിൾ എമൗണ്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ ടാക്സ് ബേസ് ഉപയോഗിക്കാം ഇല്ലേ. ഇതിനെയാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇല്ലസ്ട്രേഷൻ 100 - 30 70, അതിൽ 70 ആണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ടാക്സ് ബേസ് ഓഫ് ആൻ അസറ്റ് എന്ന് പറയുന്നത് ₹70 ആണ്. ഇതുപോലെ തന്നെ സപ്പോസ് എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെയിലിൽ കൂടി മാത്രമാണെന്നില്ല. നമ്മൾ ചിലപ്പോൾ ഈ മെഷീനറി ₹100 മെഷീനറി നമ്മൾ 5 വർഷം കഴിയുമ്പോൾ വിൽക്കുക എന്ന് വിചാരിക്കും. നമ്മൾ ഡിസ്പോസ് ചെയ്തു. ഡിസ്പോസ് ചെയ്യുമ്പോൾ രണ്ട് സിറ്റുവേഷൻ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ഗെയിൻ ഉണ്ടാവും അല്ലെ, പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് മെഷീനറി, അല്ലെങ്കിൽ ലോസ് ഫ്രം സെയിൽ ഓഫ് മെഷീനറി. ഈ എക്കണോമിക് ബെനിഫിറ്റും ടാക്സബിൾ ആണ്. നമ്മൾക്ക് ഈ എക്കണോമിക് ബെനിഫിറ്റിന് അഗൻസ്റ്റ് ആയിട്ട് എന്ത് ഉപയോഗിക്കാം? ആ ഡിഡക്റ്റബിൾ എമൗണ്ട് ടാക്സ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലേ. ഇനി സപ്പോസ് എക്കണോമിക് ബെനിഫിറ്റ് ടാക്സബിൾ അല്ല എന്ന് വിചാരിക്കും. ഒരു സിറ്റുവേഷനിൽ സെയിലും ടാക്സബിൾ അല്ല, ഈ പറയുന്ന എക്കണോമിക് ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടാക്സബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ടാക്സ് ബേസ്? ടാക്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയിങ് എമൗണ്ട് തന്നെയായിരിക്കും. എത്ര ക്യാരിയിങ് എമൗണ്ട്? 100 - 30, അതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ക്യാരിയിങ് എമൗണ്ട് അല്ലേ. അതാണ് ടാക്സ് ബേസ് അസറ്റിനെ സംബന്ധിച്ച്. ഇതുപോലെ തന്നെ ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റി ഉണ്ട്. ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റി സെയിം തന്നെ. എന്തെങ്കിലും ലയബിലിറ്റിക്ക് എതിരായിട്ട് ഡിഡക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ടാക്സ് പർപ്പസിന് വേണ്ടി അതായിരിക്കും എന്ത്? ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഫോളോ ചെയ്തതിന് എന്ത് കിട്ടും? എക്സാമ്പിൾസ് ഓഫ് ടാക്സ് ബേസ് ഓഫ് അസറ്റും എക്സാമ്പിൾസ് ഫോർ ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റിയും കിട്ടും. അത് നിങ്ങൾ നോക്കുക. ഇനി ഇല്ലസ്ട്രേഷൻ നമ്പർ 5ലേക്ക് കിടക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 5 എന്താ പറയുന്നത്? ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഫോർ ദ ഇയർ എൻഡിങ് 31 March 2019. ടാക്സ് റേറ്റ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 30% അല്ലേ. അതായത് നമ്മൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടാക്സ് എക്സ്പെൻസ് അല്ല, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണോ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫർദർ ഇൻഫർമേഷൻ തന്നേക്കുന്നത് ഡിപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ് ഓൺ 31/3/2018 ഈസ് 12,60,000. അതായത് ഡിപ്രീഷ്യബിൾ അസറ്റിൻ്റെ ഡിപ്രീഷ്യബിൾ എമൗണ്ട് എത്രയാണ്? ഓപ്പണിംഗ് 12,60,000ഉം ഡിപ്രീഷ്യബിൾ എമൗണ്ട് ഓൺ 31/3/2018, അതായത് ക്ലോസിംഗ് ഡിപ്രീഷ്യബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 12,80,000. ഇനി ടാക്സ് ബേസ് ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 31/3/2018 എത്രയാണ് നിൽക്കുന്നത്? 12,45,000. ഇനി ക്ലോസിംഗ് 31/3/2019 ടാക്സ് ബേസ് ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ് ഈസ് 12,40,000. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇത്രയും ഇൻഫർമേഷൻ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ അസറ്റ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എന്താണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണെങ്കിൽ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നമ്മൾക്ക് തന്നിട്ടുണ്ട് ഡിപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ് 31/3/2018 എത്രയാണ്? 12,60,000. ആ അസറ്റിൻ്റെ ടാക്സ് ബേസ് എത്രയാണ്? 12,45,000 ആണ് അല്ലേ. അപ്പോൾ ടാക്സ് ലയബിലിറ്റി അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,60,000, അതായത് ഡിപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ് 12,60,000 മൈനസ് ടാക്സ് ബേസ് ഓഫ് ദാറ്റ് അസറ്റ് 12,45,000. നമ്മൾ ടാക്സ് ബേസ് ആണ് എന്തിനു ഉപയോഗിക്കുക? ഡെഫേർഡ് ടാക്സിൻ്റെ കാൽക്കുലേഷൻ ഉപയോഗിക്കുക. ഇവിടെ ടാക്സ് ബേസ് കുറവാണ് ഓപ്പണിംഗ് അല്ലേ, അതായത് 12,45,000. അതായത് ഫ്യൂച്ചറിൽ ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആവുകയാണ് അവിടെ. അപ്പോൾ എന്താ എത്ര ക്രിയേറ്റ് ആയിരിക്കുന്ന ലയബിലിറ്റി? അതായത് 15,000 നമ്മൾ ടാക്സ് പേയബിൾ ആയിട്ട് വരിക അല്ലേ. അപ്പോൾ ടാക്സ് റേറ്റ് എത്രയാണ് തന്നേക്കുന്നത്? 30%. അതായത് 15,000ൻ്റെ 30% ആണ് എന്ത്? ഓപ്പണിംഗ് ഡിപ്രീഷ്യബിൾ അസറ്റിൻ്റെ ടാക്സ് എമൗണ്ട് ലയബിലിറ്റി അല്ലേ, ടാക്സ് ലയബിൾ ആയിട്ടുള്ളത് 4,500. ഇനി ടാക്സ് ലയബിലിറ്റി അറ്റ് ദ എൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണ്? ഓപ്പണിംഗ് പീരീഡ് ക്ലോസിംഗ് ഡിപ്രീഷ്യബിൾ എമൗണ്ട് എത്രയാണ് നിൽക്കുന്നത്? 12,80,000. അതുപോലെ തന്നെ ടാക്സ് ബേസ് എത്രയാണ് നിൽക്കുന്നത്? 12,40,000 ആണ് നിൽക്കുന്നത്. അതായത് വീണ്ടും ഒരു ലയബിലിറ്റി, അതായത് ഫ്യൂച്ചറിൽ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഡിപ്രീഷ്യബിൾ എമൗണ്ട് കുറവാണ് അല്ലേ, മറ്റ് ഡിപ്രീഷ്യബിൾ എമൗണ്ടിനേക്കാളും, അതായത് 12,80,000 കുറവാണ് 12,40,000. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് കൊടുക്കേണ്ടി വരും?
കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും, ലയബിൾ ആയിരിക്കും കൂടുതൽ അല്ലേ. ഒരു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എൻഡ് പീരീഡിൻ്റെ എത്രയാണ്, അതായത് 40,000 ആണ് ഡിഫറൻസ് വന്നാൽ അതിൻ്റെ 30% എത്രയാണ്, 12,000. അപ്പോൾ ഓപ്പണിംഗ് ടാക്സ് ലയബിലിറ്റി പ്ലസ് ക്ലോസിംഗ് ടാക്സ് ലയബിലിറ്റി 16,500 വന്നു, അതായത് 12,000 പ്ലസ് 4,500. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആസ് ഓൺ 31/3/19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,500 ആണ്. അതായത് ഓപ്പണിങ്ങിൽ എത്രയാണോ ടാക്സ് ലയബിൾ ആയിട്ടുള്ളത്, ക്ലോസിങ്ങിൽ എത്രയാണ് ടാക്സ് ലയബിൾ ആയിട്ട്, അതിൻ്റെ രണ്ടിൻ്റെ സം ടോട്ടൽ. ഇനി ഇല്ലസ്ട്രേഷൻ നമ്പർ 6. ഇല്ലസ്ട്രേഷൻ നമ്പർ 6 സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസമുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ calculate the deferred tax liability or deferred tax asset as the case may be for the year ending 31st March 2019, assuming tax rate of 30%. ഇവിടെ ടാക്സ് റേറ്റ് 30% തന്നെ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഡിപ്രീഷ്യബിൾ എമൗണ്ട് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്, ടാക്സ് ബേസും ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ടാക്സ് അസറ്റ് അറ്റ് ദ ബിഗിനിങ് എത്രയാണ്, ഇവിടെ നേരെ തിരിച്ച സിറ്റുവേഷൻ വന്നേക്കുന്നത്. അതായത് ടാക്സ് ബേസ് 16,30,000, അതായത് കൂടുതലാണ് വന്നേക്കുന്നത്. പക്ഷേ ഡിപ്രീഷ്യബിൾ എമൗണ്ട് എത്ര വന്നിട്ടുള്ളൂ, 15,20,000. അതായത് നമ്മൾ ആദ്യത്തെ വർഷങ്ങളിൽ കൂടുതൽ പേ ചെയ്യണം. ആദ്യത്തെ വർഷം കൂടുതൽ പേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ 16,30,000 മൈനസ് 15,20,000, അതായത് 1,10,000 നമ്മൾ കൂടുതൽ ടാക്സ് അടയ്ക്കുക. അപ്പോൾ ടാക്സ് അസറ്റാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്, അതായത് ഡെഫേർഡ് ടാക്സ് അസറ്റാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റിൻ്റെ ടാക്സ് എത്രയാണ്, 1,10,000-ൻ്റെ 30%, അതായത് 33,000. ഇനി എൻഡിൽ നമുക്ക് ലയബിലിറ്റി ആണോ അസറ്റാണോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എൻഡിൽ എങ്ങനെയാണ്, എൻഡിൽ ഡിപ്രീഷ്യബിൾ എമൗണ്ട് പറഞ്ഞേക്കുന്നത് 18,20,000 ആണ്, ടാക്സ് ബേസ് പറഞ്ഞേക്കുന്നത് 17,60,000. ഇവിടെ നമ്മൾ ഫ്യൂച്ചറിലാണ് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരിക അല്ലേ. അതായത് ഒരു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എത്രയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, 60,000-ന് നമ്മൾ ടാക്സ് പേ ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ ടാക്സ് എമൗണ്ട് എത്രയാണ്, 60,000 ഇൻറ്റു 30%, അതായത് 18,000. അപ്പോൾ നെറ്റ് ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണ് ഓരോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്. രണ്ടിൻ്റെ കൂടി ടോട്ടൽ നോക്കുമ്പോൾ 33,000 അസറ്റ് ഉണ്ട്, 18,000 ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ നെറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ നെറ്റ് ഫിഗർ എടുക്കുമ്പോൾ നെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ എത്ര വരും, ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണ്, അതായത് A മൈനസ് B 15,000. ഇതാണ് ഡെഫേർഡ് ടാക്സിൻ്റെ ഇല്ലസ്ട്രേഷൻ. ഇതിൽ കൂടുതൽ വലിയ പ്രോബ്ലംസ് ഒന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 7. ഇല്ലസ്ട്രേഷൻ നമ്പർ 7. On 1st April 2018, an entity has an asset of ₹20,000 for interest receivable which will be taxed when cash is received. അതായത് ഇൻട്രസ്റ്റ് റിസീവബിൾ 20,000 ഉണ്ട്, അത് എപ്പോഴാണ് ടാക്സ് ചെയ്യുക, ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ അല്ലേ. ആൻഡ് ഇറ്റ് വിൽ ബി റിസീവ്ഡ് ഇൻ 2018-19 എന്നാണ് പറഞ്ഞേക്കുന്നത്. ടാക്സ് ഈസ് പേയബിൾ അറ്റ് 20% ഓൺ ഫസ്റ്റ് 30 lakh, അതായത് ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ഫസ്റ്റ് 30 lakhന് 20%-ഉം റിമൈൻഡറിന് എത്രയാണ് 30%-ഉം വെച്ച് ടാക്സ് കൊടുക്കണം അല്ലേ. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇൻ എക്സസ് ഓഫ് 30,000-ന് 30%. In 2018-19, entity expects to earn taxable profit of ₹35 lakh. What amount should the entity recognize the deferred tax liability relating to interest receivable? എത്രയാണ് deferred tax liability ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഈ പ്രോബ്ലത്തിലൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ 2 ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് അല്ലേ. 2 ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%, ആദ്യത്തെ 30 ലക്ഷത്തിന് 20%, ഇനി 30 ലക്ഷത്തിന് മുകളിൽ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ 30 ലക്ഷത്തിന് എക്സീഡ് ചെയ്യുന്ന എമൗണ്ടിന് 30% ചാർജ് ചെയ്യണം അല്ലേ. ഇവിടെ എൻറ്റിറ്റി ഏൺ ചെയ്ത പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 lakhs ആണ് തന്നിട്ടുണ്ട്, 35 lakhs. അപ്പോൾ അതിൻ്റെ ടാക്സ് സ്ലാബ് എങ്ങനെ വരും, ആദ്യത്തെ 30 ലക്ഷത്തിന് 20%, അതായത് 6 lakh ടാക്സ് വരും. ഫോർ ദ റിമൈൻഡർ 5 lakh 30% വെച്ച് കൊടുക്കണം. എത്ര വരും ടാക്സ്, 1,50,000. അങ്ങനെ ടോട്ടൽ ടാക്സ് പേയബിൾ ഈസ് 7,50,000. ഇനി 20%-ഉം 30%-ഉം, അപ്പോൾ അതിന് ടാക്സ് നമ്മൾ 7,50,000 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 35,000-ന് എത്ര ടാക്സ് കൊടുത്തു എന്ന് കാണണം അല്ലേ. അപ്പോൾ ഇൻഡേസ് 12-ൽ പാരഗ്രാഫ് 49-ൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജൈനാനരങ്ങിൻ്റെ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നവർ ജൈനാനരങ്ങിൻ്റെ ടെക്സ്റ്റിൽ ഇൻഡേസ് 12 അങ്ങനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പാരഗ്രാഫ് 49 കൊടുത്തിട്ടില്ല. പാരഗ്രാഫ് 49-ൽ പറയുന്നുണ്ട് 2 ടൈപ്പ് ടാക്സ് റേറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കണം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ 2
റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പാര 49 ഓഫ് ഇൻഡ്യാസ് 12. നിങ്ങൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഡ്യാസിൻ്റെയും PDF കിട്ടും. നിങ്ങൾ ഇൻഡ്യാസ് 12 ഡൗൺലോഡ് ചെയ്ത് നോക്കണം. പാരഗ്രാഫ് 49 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡെഫേർഡ് ടാക്സ് അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ടാക്സ് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആവറേജ് എടുക്കണം. ഇവിടെ 2 ടാക്സ് റേറ്റ് ഉണ്ട്. അപ്പോൾ ആവറേജ് ടാക്സ് റേറ്റ് എങ്ങനെ കാണും? നമുക്ക് ടോട്ടൽ ടാക്സ് 7,50,000 എന്ന് കിട്ടി. 7,50,000 എത്രയിനാണ്? 35 ലാഖിനാണ് 7,50,000 വന്നത്. അപ്പോൾ 7,50,000 ഡിവൈഡഡ് ബൈ 35 ലാഖ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ടാക്സ് റേറ്റ് നമ്മൾക്ക് കിട്ടും അല്ലേ? ആവറേജ് ടാക്സ് റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഇൻട്രസ്റ്റ് റിസീവബിൾ 20,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ടാക്സ് എപ്പോഴാണ് ചാർജ് ചെയ്യുള്ളൂ? ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അത് ടൈമിംഗ് ഡിഫറൻസ് ആണ് അല്ലേ? ടൈമിംഗ് ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പററി ഡിഫറൻസ് ആണ്. ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ആവുകയാണ് അല്ലേ? അപ്പോൾ 20,000 ഇസ് ടൈമിംഗ് ഡിഫറൻസ്. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 20,000ൻ്റെ ആവറേജ് ടാക്സ് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 20,000 ഇൻറ്റു ആവറേജ് ടാക്സ് റേറ്റ് എത്രയാണ് നമ്മൾക്ക് കിട്ടിയത്? 21.43%. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര വന്നു? 4,286. ഇതാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയുടെ ആവറേജ് റേറ്റ് വെച്ചുള്ള കാൽക്കുലേഷൻ. നിങ്ങൾ ഇൻഡ്യാസ് 12 എല്ലാവരും PDF ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇൻഡ്യാസ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 നോക്കുമ്പോൾ തന്നെ നിങ്ങൾ കൂടെ എന്തും കൂടി നോക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 22 കൂടി ഡൗൺലോഡ് ചെയ്യുക. രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നോക്കുക. മനസ്സിലായോ? ഇനി ഈ ചാപ്റ്റർ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തത് അക്കൗണ്ടിങ് ഫോർ ലീസസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രോബ്ലം മാത്രമേ പോകുന്നുള്ളൂ. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പോവില്ല. അക്കൗണ്ടിങ് ഫോർ ലീസസും ഇൻഡ്യാസ് 17 ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻഡ്യാസ് 17 ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് പോവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് BCom പഠിച്ചവരെല്ലാവരും മിക്കവാറും പഠിച്ച് കാണും. ലീസസ്, ഫിനാൻഷ്യൽ ലീസസ്, ഓപ്പറേറ്റിംഗ് ലീസസ് ഒക്കെ പഠിച്ച് കാണും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ലീസസിൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. തിയറി ആവശ്യമുള്ള മാത്രം പറയും. ഓക്കെ. ഇപ്പോൾ ഇന്ന് ചെയ്ത പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ എളുപ്പമുള്ള പ്രോബ്ലംസാണ്. നിങ്ങൾ തനിയെ ഒന്ന് ഇൻഡ്യാസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തനിയെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.